Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ കൊറോണ 14ലെ ബ്രാൻഡ് ന്യൂ ഫീച്ചറായ പ്രൊസീജറൽ നൈറ്റ് സ്കൈനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇനി റിയലിസ്റ്റിക് ആയ 3D നൈറ്റ് സീനുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനായി HDRIകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനായി സമയം കളയേണ്ട ആവശ്യമില്ല. പകരം കൊറോണ 14ലെ ന്യൂ ഫീച്ചർ യൂസ് ചെയ്ത് റിയലിസ്റ്റിക് ആയ നൈറ്റ് സ്കൈ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. റിയലിസ്റ്റിക് ആയ മൂൺ, സ്റ്റാർസ്, മിൽക്കി വേ അങ്ങനെ എല്ലാം നമുക്കിതിലൂടെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. കൊറോണ 14ലെ ഈ ഒരു പ്രൊസീജറൽ നൈറ്റ് സ്കൈ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, റിയലിസ്റ്റിക് ആയ നൈറ്റ് സ്കൈസ് ഇതിലൂടെ എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് നമ്മുടെ ചാനലിൽ ആഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ എച്ച് മീഡിയ 3D അക്കാഡമിയിൽ ഓൺലൈൻ ലൈവ് പേഴ്സണൽ ട്രെയിനിങ്ങും അവൈലബിൾ ആണ്. 3D കോഴ്സുകളുടെ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി താമസിയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കൊറോണ 14ലെ പ്രൊസീജറൽ നൈറ്റ് സ്കൈ ചെക്ക് ചെയ്യുന്നതിനായി ഞാൻ ഇതുപോലൊരു കൊറോണ സൺ നമ്മുടെ സീനിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി സൺ സെലക്ട് ചെയ്ത് മോഡിഫൈ ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് കൊറോണ സ്കൈ എൻവയോൺമെന്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എൻവയോൺമെന്റിലേക്ക് ഈ ഒരു സ്കൈ മാപ്പ് ആഡ് ആയിരിക്കുകയാണ്. ഇനി ഇന്ററാക്റ്റീവ് റെൻഡറിങ്ങിലൂടെ നമുക്ക് ഈ ഒരു സീൻ റെൻഡർ ചെയ്ത് ചെക്ക് ചെയ്യാം. നമുക്കിതുപോലെ ഒരു റിസൾട്ടാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇനി എൻവയോൺമെന്റിൽ നിന്നും നമ്മുടെ മെറ്റീരിയൽ എഡിറ്ററിലേക്ക് ഈ ഒരു സ്കൈ മാപ്പിനെ ഇൻസ്റ്റൻസ് ആയി ആഡ് ചെയ്യാം. ഈ സ്കൈലൈറ്റ് എൻവയോൺമെന്റിന്റെ പാരാമീറ്ററിൽ നൈറ്റ് സ്കൈ പാരാമീറ്റേഴ്സ് എന്ന ഈ ഒരു സെക്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ സ്റ്റാർസിനെ എനേബിൾ ചെയ്യുന്നതിനായി എനേബിൾ സ്റ്റാർസ് എന്ന ഈ ഒരു ഓപ്ഷൻ ടിക്ക് ഓൺ ചെയ്യാം. ഇവിടെ സ്റ്റാർസിന്റെ സൈസ് മൾട്ടിപ്ലയർ, ഇന്റൻസിറ്റി, ലാറ്റിറ്റ്യൂഡ്, സൈസ് ഡിഫറൻസ്, മിൽക്കി വേ, ലോങ്ങിറ്റ്യൂഡ് അങ്ങനെ ഒരു നൈറ്റ് സ്കൈ കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായ കംപ്ലീറ്റ് പാരാമീറ്റർ നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മുടെ സ്റ്റാർസിനെ ഷോ ചെയ്യുന്നതിനായി ഇന്റൻസിറ്റി മൾട്ടിപ്ലയർ ഇവിടെ നിന്നും ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 200 ഇന്റൻസിറ്റി സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ ഈ ഒരു സ്റ്റാർസ് ഇതുപോലെ ജനറേറ്റ് ആയതായി കാണാവുന്നതാണ്. ഈ സൈസ് ഡിഫറൻസിൽ 0 to 1 നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ സൈസ് ഡിഫറൻസിൽ ഡിഫോൾട്ടായി 0 ആണ് ഇവിടെ സെറ്റ് ആയിട്ടുള്ളത്. ഇത് 0 ആയിരിക്കുമ്പോൾ സ്റ്റാർസിന്റെ സൈസിൽ ഡിഫറൻസ് ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നമുക്ക് ഈ ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്ത് സ്റ്റാറിനെ ഷോ ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൽ ഒരു 0.6 ആണ് സെറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റാർസിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും നമുക്ക് ഈ ഒരു സൈസ് മൾട്ടിപ്ലയറിലൂടെ സാധിക്കുന്നതാണ്. ഞാൻ ഈ ഒരു 1 തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായി മിൽക്കി വേ സെറ്റ് ചെയ്യുന്നതിനായി ഇതിൽ വാല്യൂ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ലാറ്റിറ്റ്യൂഡിൽ വാല്യൂ ഇൻക്രീസ് ചെയ്ത് നമുക്കിതിന്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡ്രീമി നൈറ്റ് സ്കൈ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു മൂണിനെ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ കൊറോണ ടൂൾ ബാറിൽ ക്രിയേറ്റ് കൊറോണ മൂൺ എന്ന ഒരു ന്യൂ ഐക്കൺ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇനി നമ്മുടെ കൊറോണ സൺ ക്രിയേറ്റ് ചെയ്തതുപോലെ ടോപ്പ് വ്യൂവിൽ ഡ്രാഗ് ചെയ്ത് ഈ ഒരു മൂണിനെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ളിടത്ത് നമുക്ക് മൂണിനെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു മൂണിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി നമുക്ക് മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഒരു മൂണിൻ്റെ സൈസ്, ബ്രൈറ്റ്നെസ് അങ്ങനെയെല്ലാം നമുക്കിതിൻ്റെ മോഡിഫൈയിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡിസ്ക് ബ്രൈറ്റ്നെസ് എന്ന ഈ ഒരു സെക്ഷനിൽ ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിലൂടെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് മൂണിനെ ബ്രൈറ്റായും ലെസ് ബ്രൈറ്റായും സെറ്റ് ചെയ്യാവുന്നതാണ്. മൂണിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു സൈസ് എന്ന സെക്ഷനിൽ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട സൈസിൽ മൂണിനെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഫേസ് എന്ന സെക്ഷനിൽ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ഫുൾ മൂണിനെ ഒരു ക്രസൻ്റ് ആയോ ഹാഫ് മൂണായോ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ക്രസൻറ്റിനെ നമുക്ക് ആവശ്യമുള്ള ബ്രൈറ്റ്നെസ് ഇവിടെ നിന്നും സെറ്റ് ചെയ്യാം. റൊട്ടേഷനും ഇതിൽ പോസിബിൾ ആണ്.
അങ്ങനെ ഈ പ്രൊസീജിയറൽ നൈറ്റ് സ്കൈ യൂസ് ചെയ്ത് മൂൺ, സ്റ്റാർസ്, മിൽക്കി വേയോടും കൂടിയ ഒരു ഡ്രീമി സ്കൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ഫീച്ചേഴ്സുകൾ ഇതിൽ അവൈലബിൾ ആണ്. അവയെല്ലാം വരും വീഡിയോകളിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയി തന്നെ ചെക്ക് ചെയ്യാം. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.